ഞങ്ങൾ ഞങ്ങളുടെ വന്ദേ ഭാരതിലേക്ക് കയറുകയാണ്. വന്ദേ ഭാരതിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് 8:26 എറണാകുളം നോർത്തിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് വന്ദേ ഭാരത് ജേണിയും വന്ദേ ഭാരതിലെ യാത്ര എങ്ങനെയുണ്ട്? അടിപൊളി. വല്ല യൂറോപ്യൻ കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്യുന്നതാണ്. ഈ യൂറോപ്യൻ കൺട്രീസിലെല്ലാം പോയിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ മെട്രോയിലൊക്കെ ഇരുന്ന് പോകുന്ന പോലെയുണ്ട്. സംഭവങ്ങളുള്ള നൈസ് ഒരു എന്താ പറയുക, ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അത് ഇങ്ങനെയുള്ള സീറ്റല്ലേ, ഒരു കുറച്ചുകൂടെ നല്ല കംഫർട്ടായിട്ട് നല്ല അടിപൊളി സീറ്റ്. നമ്മളെപ്പോഴും ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഹൈടെക് രീതിയിലൊക്കെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അതെ നമ്മളൊരു വേറിട്ടൊരു കാഴ്ചയാണ്. ഈ വിൻഡോ കൂടെ കാണുന്നത് നമ്മുടെ കമ്പിയുള്ള വിൻഡോയിൽ എന്താ പറയുക ബായിമാരുടെ മുറുക്കാൻ്റെ മണവും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സംഭവം അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുന്നത് വളരെ നല്ല കാര്യം ആണ്. അങ്ങനത്തെ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തിനൊരു കുറവുമില്ല. മറ്റേ ദാഹിച്ച് തൊണ്ട വരളുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ വെള്ളം വെച്ചുകൊണ്ട് തന്ന്. ഇന്ത്യയിൽ ഒരെണ്ണം തന്ന്, ബാക്കിയുള്ളൊരു നോമ്പാൻ്റെ മേടിച്ചില്ല. അപ്പം വൈഫിനും കുഞ്ഞിനും നോമ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ച്. അതുപോലെ തന്നെ വെള്ളം വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരും. ഇതിൻ്റെ അടിയിലൊരു വെള്ളമുണ്ട്, ഇതിൻ്റെ അടിയിലൊരു വെള്ളമുണ്ട്. എല്ലാ സീറ്റിൻ്റെ അടിയിലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൊള്ളാം എന്തായാലും. വാഷ്റൂമൊക്കെ നല്ല നൈസായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വാഷ്റൂമൊക്കെ ഇട്ടിരിക്കുന്നത്. ടോയ്ലറ്റൊക്കെ നോക്കിയാൽ അടിപൊളി. എല്ലാ ട്രെയിനും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ത് മനോഹരമായേനെ. ഇതാണ് നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. സംഭവം ഇങ്ങനെ വേണം. അത് കൊള്ളാം. വാഷ്റൂമൊക്കെ നല്ല പക്ക ക്ലീൻ. ഇത്തിരി ലേറ്റായി പോയി വന്ദേ ഭാരതി കയറാനായിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ഏരിയ എന്ന് തോന്നുന്നു. വെജ് ഫുഡിൻ്റെ സ്റ്റോറേജ്, നോൺ വെജ് നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള അതേ ഒരു സെറ്റപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നത്. 11 മണിയൊക്കെയപ്പോഴത്തേക്ക് കോഴിക്കോട് എത്തി. അടിപൊളി, നല്ല രസമായിരുന്നു.